2025 അനിഴ നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാൻ പറയുന്നത്. അനുരാധ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവർ തരണം ചെയ്തവരാണ്. മത്സരങ്ങളുടെ ലോകത്തായിരുന്നു ഇവരുടെ ജീവിതം. എന്നാൽ എപ്പോഴും മറ്റുള്ളവരോട് വിരോധം കാണിക്കാതെ ക്ഷമയോട് മുന്നോട്ട് പോകുന്നവരാണിവർ. ഏത് സാഹചര്യത്തെയും നേരിടാനും മനക്കരുത്തുള്ളവരാണിവർ. കാരുണ്യം ഉള്ളവരും ഇവരെല്ലായ്പ്പോഴും വിഷാദഭാവത്തിൽ ഉള്ളവരുമായിരിക്കും. ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവരാണ്. ഉള്ളവരും എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവർ. ഈ സ്വഭാവം മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. ദൈവഭക്തി ഉള്ളവരാണ്. പൊതുവെ ലഹരി പദാർത്ഥത്തോട് ആഗ്രഹം കുറവുള്ളവരായിരിക്കും. ഒട്ടുമിക്കവരുടെയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഇവരുടെ കുട്ടികൾ നല്ല ഭാവി ഉള്ളവരുമായിരിക്കും. പൂർണ്ണമായും വൃശ്ചിക കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ഇവരുടെ ദശാനാഥൻ ശനിയാണ്. ശനി 19 വർഷക്കാലമാണ് ഉള്ളത്. ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശനി ദശ എത്ര വർഷം കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഏകദേശ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. 29.5 വയസ്സ് വരെ പുതുദശാകാലമാണ്. ഈ കാലം ഗുണപ്രദമായ കാലഘട്ടം. ഈ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശനിദശ എത്ര വർഷം കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഏകദേശം ഒരു 10-11 വർഷക്കാലത്തേക്ക് ആണ് ഞാനിവിടെ കണക്ക് കൂട്ടുന്നത്. അത്രയും വയസ്സ് വരെ ഈ കുട്ടികൾക്ക് ശനിദശയായിരിക്കും. ബാലാരിഷ്ടങ്ങളും വിഷമതകളും ഒക്കെ ശനി എത്ര നല്ലതല്ല എന്നറിയാമല്ലോ. ഈ ദശ നമ്മുടെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ 29 വയസ്സ് വരെ പുതുദശാകാലമാണ് ഉള്ളത്. ഗുണപ്രദമായ ഒരു കാലഘട്ടമാണ്. നല്ല പ്രായവുമാണ്. നല്ല ഒരു ബുധദശ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രം നല്ല ഒരു ദശാപകാര കാലം കൂടിയാണ്. 17 വർഷക്കാലമാണുള്ളത്. ഇത് സന്തോഷ സമാധാനം, നല്ല ജോലി. ബുധനെന്ന് പറയുന്നത് വിദ്യാകാരകനാണ്. അതുപോലെ ജോലി, നല്ല വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥാനമാനത്തൊക്കെ ചെന്നുപെടാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ്. അതും പ്രത്യേകിച്ച് 29 വയസ്സ് വരെ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു നല്ല ഒരു കാലഘട്ടമായതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. 29.5 വയസ്സ് വരെയുള്ള ബുധദശയാണ് ഇവർക്കുള്ളത്. 36 വയസ്സ് വരെയുള്ള അവരുടെ ഫലമാണ് പറയുന്നത് കേതുദശ കാലമാണ്. വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലയളവാണിത്. 7 വർഷക്കാലമാണുള്ളത്. ഈ കാലയളവ് വളരെ ദുരിതമായിരിക്കും. നിങ്ങൾ സർക്കാർ, കള്ളന്മാർ, അഗ്നി, ആയുധം എന്നിവ ഭയന്ന് ജീവിക്കണം. ഒരു കാരണവുമില്ലാതെ അപവാദം പൊട്ടിപ്പുറപ്പെടാനുള്ള ചെയ്യാത്ത കുറ്റത്തിന് വരെ ശിക്ഷ ലഭിക്കാനുള്ളൊരു കാലഘട്ടം കൂടി ആണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ വീട് വിട്ടു തന്നെ പോകണമെന്നുള്ള തോന്നലുണ്ടാകുന്നു. മാനസികമായ ഡിപ്രഷൻ, അതുപോലെ തന്നെ കള്ളം കേൾക്കുക, ഒറ്റപ്പെടുക, എല്ലാവരാലും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ദുരിതപൂർണമായ ഒരു കാലയളവാണ് കേതുദശാകാലം. ഇത് 7 വർഷക്കാലമുള്ളത്. അത് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് നിന്ന് മോചനം നേടേണ്ടതാണ്. 55.5 വയസ്സ് വരെ ഇവർക്ക് ശുക്രദശാകാലമാണ്. ശുക്രന് 20 വർഷക്കാലമാണുള്ളത്. വളരെ സുഖപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഉള്ളത്. ഈ കാലഘട്ടത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലമാണ്. 49.5 വയസ്സ് വരെ ആദിത്യദശാകാലമാണ്. വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണുള്ളത്. 6 വർഷമാണുള്ളത്. മാനസികമായ വിഷമതകൾ, അടക്കാൻ പറ്റാത്ത കോപം, കലഹം, എല്ലാത്തിനും വിഷമതകൾ, തടസ്സങ്ങൾ, അങ്ങനെയുള്ള ദുരിതപൂർണമായുള്ള 6 വർഷക്കാലമാണ് ഉള്ളത്. നിങ്ങൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള വിഷമതകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം വളരെ മോശമാണെന്ന് നിങ്ങൾ ഓർക്കുക. ഈ 59.5 വയസ്സ് വരെയുള്ളവർക്ക് ആദിത്യദശാകാലം 55 മുതൽ 59 വയസ്സ് വരെ ഏകദേശം ഉള്ളവർക്ക് ആദിത്യദശാകാലമാണെന്ന് ഓർക്ക്. ശുക്രദശയുടെ സന്തോഷമൊക്കെ അങ്ങോട്ട് അനുഭവിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ 6 വർഷക്കാലം ദുരിതപൂർണമായ ഒരു കാലയളവാണെന്ന്, എല്ലാ കാര്യത്തിനും തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത്. ഏകദേശം 70 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണുള്ളത്. ചന്ദ്രൻ 10 വർഷമാണുള്ളത്. വളരെ നല്ല ശുഭ ഒരു ഗ്രഹമാണ്. നല്ല ഫലങ്ങളാണുള്ളത്. സന്തോഷ, സമാധാന, ഐശ്വര്യം,
സമ്പൽ സമൃദ്ധി എങ്ങനെ ഏകദേശം വളരെ നല്ല ഒരു 10 വർഷത്തെ അനുഭവം, നല്ല ഗുണപ്രദമായ അനുഭവങ്ങളാണുള്ളത്. ചന്ദ്രന് പക്ഷപാതമുള്ള ചന്ദ്രനോടാണെങ്കിൽ പിന്നെ ഇനി പറയുകയും കൂടെ വേണ്ട. അതുപോലെ തന്നെ 77 വയസ്സ് വരെ ചൊവ്വ ദശാകാലമാണ്. ചൊവ്വ ഒരു പാവഗ്രഹമാണ്. 7 വർഷക്കാലമാണുള്ള വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥാവിശേഷമുള്ളൊരു കാലയളവാണ്. അടക്കാൻ പറ്റാത്ത കോപം, ബന്ധുക്കൾക്ക് നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുക, ശത്രുക്കളിൽ നിന്നും മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുക, എല്ലാവരെയും വെറുക്കുക, വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു കാലയളവാണ് 7 വർഷ കാലയളവ്. അടക്കാൻ പറ്റാത്ത കോപം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതമാണ് ഈ 7 വർഷക്കാലം അനുഭവിക്കുന്നത്. 2 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞത്. ഇവർക്ക് രാഹുർദശയാണ്. രാഹുർ 18 വർഷക്കാലമാണുള്ളത്. വളരെ രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ചെറിയ രോഗങ്ങൾ പോലും അപകടകാരികളാകാം. അത് മരണത്തിൽ വരെ ചെന്ന് കലാശിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മാനസിക വിഭ്രാന്തി, ഒരുപാട് എല്ലാവരാലും ഒറ്റപ്പെടുകയും വിഷമതകൾ അനുഭവിക്കുകയും അങ്ങനെ ഒരു 18 വർഷക്കാലം എന്ന് വെച്ചാൽ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് ഈ രാഹുർദശ കാലം. രാഹു ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങൾ നൽകുന്നത്. നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും രാഹു തരാറുണ്ട്. എന്നാലും രാഹു ഒരു പാവഗ്രഹമായതുകൊണ്ട് കൂടുതൽ ദോഷഫലങ്ങളാണ് നൽകാറുള്ളത്. 2025 അനിഴ നക്ഷത്രക്കാരുടെ പൊതുഫലത്തിലേക്കാണ് ഞാനിവിടെ പറയാൻ തുടങ്ങുന്നത്. വർഷാദ്യത്തിൽ ശനി 4-ാം ഭാവത്തിലും ദശാനാഥൻ ശനി ആയതുകൊണ്ട് കുംഭൻ രാശിയിലെ ശനി മൂലക്ഷേത്രമായതുകൊണ്ടും വലിയ ദോഷം വരുന്നില്ല. ശനിയെക്കൊണ്ട് കൂടുതൽ ദോഷം ഉണ്ടാകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല. ഈ 4-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടകസ്ഥാനം. കണ്ടക ശനിയാണ്. അത് കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങളും വിഷമതകൾക്കും കാരണമാകേണ്ടതാണ്. പക്ഷേ ഇത് മൂലക്ഷേത്രവും അതുപോലെ തന്നെ ദശാനാഥനുമാണ്. അനിഴ നക്ഷത്രക്കാരുടെ ഈ ശനി അത് കൂടുതൽ ദോഷം ചെയ്യാറില്ല. എന്നിരുന്നാലും കുടുംബത്തിൽ ചില ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. വ്യാഴം 7-ാം ഭാവത്തിൽ ആണുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. വർഷാദ്യം വിദ്യാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കാനും അത് സർക്കാർ തലത്തിലുള്ള ജോലി ലഭിക്കാനും ഒക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട്. 7-ലെ വ്യാഴം കൂട്ടുകച്ചവടത്തിൽ ലാഭം കിട്ടുകയും വിദേശവാസത്തിന് യോഗം കാണുന്നു. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ളൊരു കാലം കൂടിയാണ്. മാർച്ച് 29 4-ലെ ശനി മാറുന്നതാണ്. 5-ാം ഭാവത്തിലേക്ക് എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് ബുദ്ധിമുട്ടുകളും ഭാഗ്യക്കുറവും കാണുന്നുണ്ട്. കൃഷിയിൽ ലാഭം കിട്ടാനും മെയ് മാസം 14 വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നു. അതോടുകൂടി ദൈവാധീനം കുറയുകയാണ്. ധനപരമായി ശ്രദ്ധ വേണം. വ്യാപാരം തുടങ്ങുന്നത് അത്ര നല്ലതല്ല. പിടിവാശി മൂലം ശത്രുക്കൾ ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് കടം കൊടുക്കാതെ കടം വാങ്ങാനും കഴിവതും ഒഴിവാക്കുക. ഇടനിലക്കാർ പാടില്ല. അപവാദം കേൾക്കാൻ യോഗം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് സാമാന്യം നല്ല മെച്ചമാണ് കാണുന്നത്. നല്ല ജോലി ലഭിക്കുകയും കുറച്ച് ദൂരെ ജോലിക്ക് സാധ്യത കാണുന്നു. ധനലാഭം ഉണ്ടാകും. നിസ്സാര കാര്യത്തിനും വരെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടാതെ നോക്കുക. കഴിവതും ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകെട്ട് വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കുക. അപവാദം കേൾക്കാൻ യോഗം കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കാൻ ഇടയില്ല. 5-ലെ ശനി ഭാഗ്യക്കുറവ്, നിസ്സാര കാര്യത്തിൽ വരെ ബുദ്ധിമുട്ടുണ്ടാകും. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അപവാദം കേൾക്കാൻ യോഗം കാണുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയില്ല. 5-ലെ ശനി ഭാഗ്യക്കുറവുണ്ടാക്കും. ധനാഗമനവും കുറയ്ക്കും. സൂര്യദശ, ചൊവ്വാദശ, കേതുദശ ഇവ അത്ര അനുകൂലമല്ല. ദശാപകാരകാലമല്ല. ഗ്രഹപ്രശാന്തി വരുത്തേണ്ടതാണ്. അപ്പോൾ അനിഴ നക്ഷത്രക്കാരുടെ 2025 വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് പ്രായക്കാരുടെ ദശാഫലങ്ങളും ഞാൻ പറയുന്നുണ്ട്. അത് ആ പ്രായക്കാർക്ക് അവരുടെ അനുഭവം ജ്ഞാനം കൊണ്ട് അല്ല അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി അനുസരിച്ച് ഏത് ദശാകാലമാണെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നതാണ്. അതിൻ്റെ ഗുണത്തെ വർദ്ധിക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ദോഷാധിക്യത്തെ കുറയ്ക്കാനും വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്.